നമ്മുടെ സൗരയൂഥവും ഒരു കാലത്ത് നശിച്ചു പോകും. അതെ, എന്നാൽ എങ്ങനെയായിരിക്കും നമ്മുടെ സൗരയൂഥത്തിന്റെ നാശം? സോ ഇതിനെക്കുറിച്ച് ഒരുപാട് തിയറികളുണ്ട്. ഒന്ന്, നമ്മുടെ സൂര്യൻ തന്നെയാണ്. അതായത് നിലവിൽ നമ്മുടെ സൂര്യൻ ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാർ ആണ്. എന്നാൽ കാലക്രമേണ സൂര്യന്റെ ലൈഫ് സൈക്കിളിൽ മാറ്റം വരികയും സൂര്യൻ വലുതായി ഒരു റെഡ് ജയന്റ് സ്റ്റാർ ആയി മാറുകയും ചെയ്യും. ഇങ്ങനെ സൂര്യൻ വലുതാകുന്ന സമയത്ത് സൂര്യനോട് താരതമ്യേന അടുത്തു കിടക്കുന്ന പ്ലാനറ്റുകളായ ബുധൻ, ശുക്രൻ, ഭൂമി എന്നീ 3 ഗ്രഹങ്ങളെ സൂര്യൻ വിഴുങ്ങുകയും ബാക്കിയുള്ള ഗ്രഹങ്ങൾ അപ്പോഴത്തെ സൂര്യന്റെ അതിശക്തമായ ചൂട് കാരണം വാതകങ്ങളായി സ്പേസിലേക്ക് പോവുകയും ചെയ്യും. ഇനി രണ്ടാമത്തത് സ്റ്റാർ സിസ്റ്റം കൊളീഷൻ ആണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിനോട് മറ്റൊരു സ്റ്റാർ സിസ്റ്റം കൂട്ടിയിടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ സ്റ്റാർ സിസ്റ്റങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടിയിടിക്കുകയും അങ്ങനെ സോളാർ സിസ്റ്റം മുഴുവൻ നശിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തത് നമ്മുടെ സൗരയൂഥത്തിലേക്ക് ഒരു ബ്ലാക്ക് ഹോൾ കടന്നു വരുന്ന അവസ്ഥയാണ്. സപ്പോസ് നമ്മുടെ സൗരയൂഥത്തിലേക്ക് ഒരു വലിയ ബ്ലാക്ക് ഹോൾ കടന്നു വരികയാണെങ്കിൽ നമ്മുടെ സൗരയൂഥത്തിനുള്ളിലെ ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരികയും സൗരയൂഥത്തിലെ പല പ്ലാനറ്റുകളും ഒബ്ജക്റ്റുകളും എല്ലാം ബ്ലാക്ക് ഹോളിലേക്ക് വീണു പോവുകയും എന്നാൽ ചിലത് സൗരയൂഥം വിട്ട് ബ്ലാക്ക് ഹോളിനെ വലം വെക്കാനും ആരംഭിക്കും. ഇതോടെ സോളാർ സിസ്റ്റം മുഴുവനായി തകരാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത്തത് ഗാമാ റേ ബേസ്റ്റ് ആണ്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും വലിയ സ്റ്റാറിന് സൂപ്പർനോവ സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വലിയൊരു ഗാമാ റേ ബേസ്റ്റ് ആയിരിക്കും സംഭവിക്കുക. അത്രയും വലിയൊരു ഗാമാ റേ ബേസ്റ്റ് നമ്മുടെ സൗരയൂഥത്തിലേക്ക് വന്നാൽ സൗരയൂഥത്തിലെ ഒട്ടുമിക്ക ഗ്രഹങ്ങളും നശിക്കാൻ സാധ്യതയുണ്ട്.